everyone, welcome back to Salem. It's me, VJR. മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ എക്സാമിന് ഒരുപാട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിലെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്ക് കൂടെ ചെയ്തേക്കുക, മറക്കല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു ഇക്വേഷൻ അഥവാ സമവാക്യങ്ങൾ എന്ന് പറഞ്ഞ പോർഷനിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നോക്കിയാലോ നമുക്ക്. ഇതാ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദ്യം ഇതാണ്. 4 added to 4 times a number is 40. എന്താ പറയുന്നത്? ഒരു സംഖ്യയുടെ 4 മടങ്ങിനോട് 4 കൂട്ടിയപ്പോൾ 40 കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്താണ് 4 മടങ്ങ്, അല്ലെങ്കിൽ വാട്ട് ഈസ് 4 times ഫൈൻഡ് ദ നമ്പർ? എൻ്റെ പൊന്നു മക്കൾ മനസ്സിലാക്കിക്കോ. ചില കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ചോദ്യം ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അഥവാ അവർ ബുദ്ധിമുട്ടാവാനുള്ള മെയിൻ റീസൺ എന്താ? എക്സ് എന്ന് പറഞ്ഞ സംഭവം ഈ ഒരു ചാപ്റ്ററിൽ കയറി നിരങ്ങുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു സാധനത്തിന് ഇങ്ങനെ വളച്ചൊടിച്ച് കീശയിലാക്കി കഴിഞ്ഞാൽ എക്സിനെ വളച്ചൊടിച്ചാൽ നമ്മൾ പൊളിയാവും. അപ്പം ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യാന്നുള്ളത് ശ്രദ്ധിച്ച് കേട്ടിരുന്നോ. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, നിങ്ങൾക്ക് അറിയാത്തൊരു സംഖ്യ അല്ലെ, അറിയാത്തൊരു നമ്പർ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് വിളിക്കാം? നമുക്ക് എക്സേ എന്ന് വിളിക്കാം. അറിയില്ല ഏതോ ഒരു നമ്പർ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ആ നമ്പർ നമുക്ക് എന്ത് വിളിക്കാം? എക്സ് ആയിട്ട് വിളിക്കാം. അപ്പം നമ്മൾ ഇവിടെ എന്തായിട്ട് എടുക്കാൻ പോവാണ്? അറിയാത്തൊരു നമ്പർ നമ്മൾ എന്തായിട്ട് എടുക്കാൻ പോവാണ്? സംഖ്യ അല്ലെ. സംഖ്യ നമ്മൾ എന്തായിട്ട് എടുക്കാണ്? എക്സ് ആയിട്ട് എടുക്കാം കേട്ടോ. എക്സ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, സംഖ്യ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 4 times ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. എന്താണ്? വാട്ട് ഈസ് 4 times ദാറ്റ് നമ്പർ എന്ന് ചോദിച്ചാൽ മക്കൾ മനസ്സിലാക്കി വെച്ചോ, ആ എക്സിന്റെ കൂടെ 4 കൂടെ ചേർത്താൽ മതി. അപ്പൊ 4x. ഓക്കെ, 4x എന്ന് പറഞ്ഞാൽ എന്താ? 4 times 4 മടങ്ങ് എന്നാണ് നമ്മൾ എന്ത് പറയുക? ഈ 4xന് പറയുക. അപ്പൊ എക്സിന് കൂടെ 10 ചേർത്ത് എന്താവും? 10 മടങ്ങാവൂലേ. അതുപോലെ എക്സിന് കൂടെ 20 ചേർത്ത് എന്താവും? 20 മടങ്ങാവൂലേ. എക്സിന് കൂടെ എത്രയാണോ നമ്പർ അല്ലേ, കൂടെ തൊട്ട് ബേക്കിൽ ആ നമ്പർ കൊടുക്കുന്നത് അത്രയും മടങ്ങ് ടൈംസ് ആയിട്ട് മാറും. ഇനി നമുക്ക് ഈ ഒരു ചോദ്യം ഇംഗ്ലീഷിൽ ഈ എഴുതി അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതിയ ക്വസ്റ്റ്യന് നമുക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. എവിടേക്ക്? മാത്സിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. എങ്ങനെയാണത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. എന്താ നിങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക. ചോദ്യം ഒന്ന് വായിക്കാം അല്ലേ നമുക്ക്. 4 added to 4 times. അപ്പം ഇവർ പറയുന്നുണ്ട് 4 മടങ്ങിനോട് 4 ആഡ് ചെയ്യാൻ, കൂട്ടാൻ അല്ലേ. അപ്പം 4 മടങ്ങ് നമ്മൾ എത്രയാന്ന് ഇവിടെ കിട്ടി? 4x. അപ്പം ഇതിനോട് 4 കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? +4 ഇടണം. അത് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും എന്ന് പറയുന്നുണ്ട്? 40 കിട്ടും. അപ്പൊ സീക്വൽ ടു 40 കിട്ടും. ഗിഫ്റ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യണം? സീക്വൽ ടു 40. എൻ്റെ പൊന്നു മക്കളെ, ഇതാണ് നമ്മുടെ ഹിന്റ്. ഈ ഒരു ഹിന്റ് സോൾവ് ചെയ്താൽ നിങ്ങൾ പൊളിയാവും. കാരണം ഉത്തരം കിട്ടും, അത്രേ ഉള്ളൂ. കാര്യം എന്താ വെച്ചാൽ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇനി എങ്ങനെ കണ്ടുപിടിക്കുക എക്സിന്റെ വില? എക്സിന്റെ ഉള്ളിലൊരു വില ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞു. എക്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഈ ഒരു 4നെ ഇപ്പുറത്തോട്ട് പറഞ്ഞയക്കുക അല്ലേ. എങ്ങനെ പറഞ്ഞയക്കുക? +4 ഇവിടേക്ക് പോകുമ്പോൾ എന്താവും? മൈനസ് ആയിട്ട് മാറും. അപ്പം എങ്ങനെ വരിക? 4x = 40 - 4. അപ്പോൾ 4x എന്ന് പറഞ്ഞാൽ 40 4 കുറച്ചാൽ എത്രയാടോ? 36. പക്ഷെ 36 അല്ല. ഇനി എക്സിന്റെ വില കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 4നെ പിടിച്ചിട്ട് എവിടേക്ക് ഇടണം? താഴേക്ക് ഇടണം. കാര്യം ഇവിടെ 4 ഗുണനം 4 × x ആണ്. അതുകൊണ്ട് ആ എക്സിനെ പിടിച്ച് എക്സിനെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് വില കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ 4നെ പിടിച്ചിട്ട് എവിടേക്ക് ഇട്ടാൽ മതി? താഴേക്ക്. അപ്പം താഴെ വന്ന് കിടക്കും 36ന്റെ. അപ്പം 36ന്റെ താഴെ വന്ന് കിടക്കുമ്പോൾ എക്സിന്റെ വില എങ്ങനെ കിട്ടുക? 36/4 കിട്ടും. 36/4 എത്രയുടെ ആൻസർ? ദേ നമ്മുടെ ഉത്തരം ഇവിടെ സെറ്റാണ്, 9. സിമ്പിൾ. ഇത്ര പണിയുള്ളൂ. അപ്പം ഇതുപോലെ ഈ ഒരു മോഡൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? വാ, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം അല്ലെ. നമുക്ക് വേഗം ചെയ്ത് നോക്കാം. എന്താ ക്വസ്റ്റ്യൻ? എന്താ? 2 added to 3 times of a number gives 17. ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ 17 കിട്ടി എന്നാ പറയുന്നത് അല്ലേ. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു സംഖ്യ അല്ലെ, സംഖ്യ നമുക്കറിയൂല. അപ്പൊ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? നമ്പർ എക്സ് ആയിട്ട് എടുക്കുന്നു. അപ്പൊ അതിന്റെ എന്താണ് ഇവിടെ പറയുന്ന ചോദ്യം നോക്ക്. ഹിന്റ് എന്താണ്? 3 times 3 മടങ്ങ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുക്കണം? എക്സിന്റെ കൂടെ 3x. അതിനോട് എത്ര കൂട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്? 2 കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. 2 കൂട്ടിയപ്പോൾ 2 ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 മടങ്ങ് ഇവിടെ ഉണ്ട്. അതിനോട് 2 കൂട്ടിയപ്പോൾ എത്ര കിട്ടും എന്ന് പറയുന്നുണ്ട്? ദാറ്റ് ഗീവ്സ് 17. എത്ര കിട്ടും? 17 കിട്ടി എന്ന് പറയുന്നുണ്ട്. കിട്ടി എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യുക? സമത്തിന്റെ അപ്പുറത്തേക്ക് ഇട്ടേക്ക് കേട്ടോ. അപ്പൊ 17.
മക്കളെ ഇതാണ് നമ്മുടെ ഹിന്റ്. ഈ ഹിന്റ് ഒന്ന് സോൾവ് ചെയ്താൽ നമ്മൾ പൊളിയാവും. സെറ്റല്ലേ? അപ്പൊ നമുക്ക് പഠിക്കാം എന്താണ് അത് എന്നുള്ളത്. ഓക്കെ, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, എക്സിന് അവിടെ വില കിട്ടാൻ വേണ്ടിയിട്ട് ഈ രണ്ടിനതാ പ്ലസ് ആണ്, അങ്ങോട്ട് പോകുമ്പോൾ എന്താവും മൈനസ് ആവും. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും 3x സമം 17 മൈനസ് 2. അപ്പൊ 3x സമം 15 കിട്ടും. എൻ്റെ പൊന്നു മക്കൾ പറ, എക്സിന്റെ വില കാണാൻ സിമ്പിൾ അല്ലേ? ഈ 3 ഗുണനം 3 അങ്ങോട്ട് താഴോട്ട് കയറി വരും അല്ലേ, താഴെ വന്ന് കിടക്കും. അപ്പൊ എക്സിന്റെ വില നമുക്ക് എന്തായിട്ട് എടുക്കാം, എന്തായിട്ട് കിട്ടും? 15 ഓൾറെഡി ഉണ്ട്, ആ 3 താഴെ വന്ന് കടന്ന് ഹോൾ ഡിവൈഡഡ് ബൈ 3 ആയി. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 15 എത്ര 3 ഉണ്ട് 5. ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി. ഏതാണ്? 5 ആണ് ആൻസർ. സെറ്റ് ആണല്ലോ. അപ്പൊ ഈ ഒരു 2 മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങളുടെ പരീക്ഷയിൽ ചോദിക്കും. അപ്പൊ ഉറപ്പായിട്ട് പഠിച്ചു വെക്കുക. നമുക്ക് അടുത്ത മോഡലിലേക്ക് പോയാലോ, ചാപ്റ്ററിലെ അടുത്ത മോഡലിലേക്ക്. ഇതാണ് ക്വസ്റ്റ്യൻ. ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം, വേഗം വായിച്ച ക്വസ്റ്റ്യൻ എന്താ? 36 ആഡഡ് ടു 13 ടൈംസ് എ നമ്പർ ഗീവ്സ് 31 ടൈംസ്. എന്താ പറയുന്നത്? ഒരു സംഖ്യയുടെ 13 മടങ്ങിനോട് 36 കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ സംഖ്യ നമുക്ക് അറിയില്ല, നേരത്തെ പോലെ തന്നെ സംഖ്യ അല്ലെ, ആ നമ്പർ നമുക്ക് അറിയേല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്പർ അറിയാത്തത് കൊണ്ട് എക്സ് ആയിട്ട് എടുക്കുന്നു. ഇനി അവര് പറഞ്ഞ ചോദ്യത്തിലെ ഹിന്റ് പോലെ നമ്മൾ അങ്ങോട്ട് എഴുതി സെറ്റാക്കുക. അപ്പൊ നോക്ക്, അവര് പറഞ്ഞത് എന്താ? 13 ടൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തെടുക്കണം? ഒരു നമ്പറിനോട് 13 ടൈംസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു എക്സിന്റെ മൂട്ടില്ലേ, എക്സിന്റെ അപ്പുറത്ത് എന്തിട്ട് കൊടുത്താൽ മതി? 13 ആണെങ്കിൽ 13x. അപ്പൊ എത്ര കൂട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, എത്ര ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? 36 ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 13xനോട്, അതായത് 13x എന്നാൽ 13 മടങ്ങ് അല്ലെ, 13 ടൈംസിനോട് 36 ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾക്കൊന്ന് കൂട്ടല്ലേ, 36 ആഡ് ചെയ്തു. ഓക്കെ, 13 ടൈംസിനോട് 36 ആഡ് ചെയ്തു. എത്ര കിട്ടുന്നുണ്ട്? ഗീവ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറയുന്നു. ഗീവ് 31 ടൈംസ്. എത്ര സംഖ്യയുടെ 31 മടങ്ങായി? എൻ്റെ പൊന്നു മക്കള് മനസ്സിലാക്കി വെച്ചോ. അതായത് ഗീവ്സ് അല്ലെങ്കിൽ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ഇസ് ഈക്വൽ ടു ഇട്ടതിന് ശേഷം എത്ര മടങ്ങ് കിട്ടി എന്നാണ് പറയുന്നത്? 31 ടൈംസ് അഥവാ 31 മടങ്ങ് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് എന്ത് ചെയ്യണം? 31x. മക്കളെ ഇതാണ് നമ്മുടെ ഹിന്റ്. ഈ ഒരു ഹിന്റ് നമ്മളൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് സെറ്റാക്കാം നമ്മുടെ ഉത്തരം. എങ്ങനെ ചെയ്യാം എൻ്റെ പൊന്നു മക്കൾ പറ. ഈ ചോദ്യം എങ്ങനെ കിട്ടി മനസ്സിലായല്ലോ. 13 മടങ്ങിനോട് 36 കൂട്ടിയപ്പോൾ 31 മടങ്ങായി. കണ്ടോ? 13 ടൈംസിനോട് 36 ആഡ് ചെയ്തപ്പോൾ 31 ടൈംസ് ആയി. ഇത്ര പണിയുള്ളൂ. ഓരോന്ന് പറഞ്ഞേക്കുക. എൻ്റെ പൊന്നു മക്കൾ മനസ്സിലാക്കി വെച്ചോ. ഇവിടെ എക്സ്, ഇവിടെ എക്സ്. അപ്പൊ ഇവിടെ 13x ആണ്, ഇവിടെ 31x ആണ്. അപ്പൊ കൂടുതൽ എക്സ് ഉള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എക്സിനെ കൊണ്ടുപോയിട്ട് സോൾവ് ചെയ്യാം. അപ്പൊ ഇവിടെ 13x പ്ലസ് 13x ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? -13x ആയിട്ട് മാറും. ഇവിടേക്ക് എത്തുമ്പോണ്ടല്ലോ മൈനസ് ആയിട്ട് മാറും കേട്ടോ. അപ്പൊ എങ്ങനെ ചെയ്യാം? അപ്പൊ 36 അവിടെ ഓൾറെഡി ഉണ്ട്. 31xന്റെ അടുത്തേക്ക് ആര് വന്നു? 13x വന്നു. 13x കണ്ടോ വന്നിക്കുന്നത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ 31x 13x പോയാൽ എത്രയാ? 31 13 കുറച്ച് എക്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 36 അപ്പുറത്തുണ്ട്. 31 13 പോയാൽ 18x. എൻ്റെ പൊന്നു മക്കൾ പറ, 18x എന്ന് പറയുമ്പം എക്സിന്റെ വില കാണണമെങ്കിൽ ഈ ഗുണനം 18 അല്ലെ, ഈ 18 എവിടെ താഴെയിട്ട് മതി? താഴേക്ക് പിടിച്ചിട്ടാൽ മതി. അപ്പൊ ആൻസർ ആയിട്ട് നമുക്ക് എങ്ങനെ വരും? എക്സ് ഈക്വൽ ടു ഈ 36 താഴെ വന്ന് കിടക്കും 18. ദേ നമ്മുടെ ഉത്തരം എക്സിന്റെ വില ഇവിടെ പൊളി. അത് ആൻസർ 36 18 എത്ര എണ്ണം? 2 എണ്ണം. ആൻസർ സെറ്റ്. സിമ്പിൾ. ഓക്കെ, ഇത്ര പണിയുള്ളൂ. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ പഠിച്ചാൽ എൻ്റെ പൊന്നു മക്കളെ ഈ സെക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ പൊളിയായി. ഓക്കെ, യെസ്, ഇതാ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഞാനൊന്ന് വേഗം വായിച്ചുതരാം. ദ ലെങ്ത് ഓഫ് റെക്ടാംഗിൾ ഈസ് 4 സെന്റിമീറ്റർ മോർ ദാൻ ബ്രെഡ്ത്ത്. പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ ഈസ് 32. എന്താ പറയുന്നത് അറിയോ? ഇവിടെ പറഞ്ഞുതരാം. ഒരു ചതുരത്തിന്റെ നീളം 4 കൂടുതലാണ് ആരേക്കാള്? വീതിനേക്കാള്. ചതുരത്തിന്റെ ചുറ്റളവ് പെരിമീറ്റർ 32 തന്നിട്ടുണ്ട്. എൻ്റെ പൊന്നു മക്കൾ മനസ്സിലാക്കി വെച്ചോ. ഇവിടെ ഇവർ പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? നീളം വീതിയേക്കാൾ 4 എന്ന് പറയുന്നുണ്ട്. ഇവർ പറയുന്നുണ്ട് എന്ത്? വീതി എക്സ് എടുക്കാൻ. അപ്പൊ ബ്രെഡ്ത്ത് നമുക്ക് എന്തായിട്ട് എടുക്കാം? ബ്രെഡ്ത്ത് നമുക്ക്, അതായത് വീതി നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, റെഡി ആണല്ലോ. പിന്നെ വീണ്ടും ഒരു കാര്യം കൂടെ ഇവിടെ നോക്ക്. 4 സെന്റിമീറ്റർ മോർ ദാൻ ബ്രെഡ്ത്ത്, അതായത് വീതിയേക്കാൾ 4 സെന്റിമീറ്റർ ആര് കൂടുതലാണ്? നീളം.
അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലേ, വീതിനേക്കാൾ 4 കൂടുതൽ എന്ന് പറഞ്ഞാൽ നീളം നമുക്ക് എന്തായിട്ട് എടുക്കാൻ വരിക, നീളം എന്ന് പറഞ്ഞാൽ അത് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടി വരും, വീതി എക്സ് ആണെങ്കിൽ എക്സിനോട് 4 കൂട്ടിയാൽ പോരെ, 4 കൂടുതൽ എന്നല്ല പറഞ്ഞ വീതി അല്ലെ, വീതിനേക്കാൾ. അപ്പോൾ എക്സ് കൂട്ടണം 4. സെറ്റാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ സെറ്റാണ്. നോക്ക്, ഇഫ് ദ ബ്രെഡ്ത്ത് ഈസ് എക്സ് അല്ലേ, നമ്മൾ ബ്രെഡ്ത്ത് എന്തായിട്ട് എടുത്തത് എക്സ്. അപ്പൊ ബ്രെഡ്ത്ത് എക്സ് ആണെങ്കിൽ ലെങ്ത് എന്താണെന്നാ ചോദിച്ചത്, ലെങ്ത് എന്ന് പറഞ്ഞ എന്താണ് x+4. സിമ്പിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബി പാർട്ട് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു തരാം. ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ, അഥവാ ചതുരത്തിന്റെ നീളവും വീതിയും കാണാം. അപ്പൊ നമുക്ക് നേരത്തെ പഠിച്ച പോലെ ചെറിയൊരു ഹിന്റ് വേണം അല്ലേ, ആ ഹിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഇക്വേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് പഠിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പെരിമീറ്റർ എത്രയാന്ന് തന്നിട്ടുണ്ട്. എത്രയാണ് പെരിമീറ്റർ? 32 സെന്റിമീറ്റർ ആണ്, അഥവാ ചുറ്റളവ് 32 ആണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്താ? ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിമീറ്റർ കാണാനുള്ള സമവാക്യം സിമ്പിളാ മക്കളെ. എന്താണ് സംഭവം? ഇവിടെ വരെ തന്നിട്ടുണ്ട് പെരിമീറ്റർ എത്രയാണെന്നുള്ളതിൽ. എന്താണ്? 2 ഗുണനം നീളം പ്ലസ് വീതി, അഥവാ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്നാണ് എന്ത് നമ്മൾ പെരിമീറ്റർ എന്ന് പറയാം. അപ്പൊ ഇവിടെ ചുറ്റളവ് എത്രയാണെന്ന് കൃത്യമായിട്ട് 32 ആണെന്ന് തന്നിട്ടുണ്ട്. എന്റെ പൊന്നു മക്കൾ മനസ്സിലാക്കി വെച്ചോ, ഇവിടെ 2 ഗുണനം അഥവാ 2 ഗുണനം ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, അതായത് നീളം പ്ലസ് വീതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32 ആണ്. കേട്ടോ? റെഡിയാണോ? ഓക്കെ, ഒന്നുമില്ല. ഇത് ചുറ്റളവ് പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് 2 ഗുണനം നീളം പ്ലസ് വീതി. അത് എത്രയാണെന്ന് ഇവർ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ചോദ്യത്തിൽ 32 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ = 32 എഴുതുക. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? ഒരു ട്രിക്ക് കൂടെ പറഞ്ഞു തരും അതിൻ്റെ ഇടക്ക് കേട്ടോ. ഈ 2നെ പിടിച്ച് താഴേക്ക് ഇടാം മക്കളെ. 2 പിടിച്ച് താഴേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ 2 ഗുണിക്കാനാണ്. അപ്പൊ അവിടേക്ക് എത്തുമ്പോൾ ഹരിക്കാനാവും. ദാറ്റ് മീൻസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയാവും? 32ന്റെ പകുതിയാവും. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയാ മക്കളെ? 16 ആയിരിക്കും കേട്ടോ. 16 ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു ട്രിക്ക് കൂടെ പിടിച്ചോ. എന്താ സംഭവം ചോദിച്ചാൽ എന്റെ പൊന്നു മക്കൾ മനസ്സിലാക്കി വെച്ചോ, എത്രയാണോ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്, ആ ചുറ്റളവിന്റെ പകുതി ആയിരിക്കും ആര് വരിക, അല്ലെങ്കിൽ പെരിമീറ്ററിന്റെ പകുതി ആയിരിക്കും ആര് വരിക? കണ്ടോ, നീളവും വീതിയും കൂട്ടിയാൽ വരിക. ഓക്കെ, ചുറ്റളവിന്റെ പകുതി ആയിരിക്കും ആര് വരിക? നീളവും വീതിയും കൂട്ടിയാൽ വരിക. കാരണം ഇവിടെ ചുറ്റളവ് 32 ആയിരുന്നു വന്നത്, ആ 32ന്റെ പകുതി 16 വന്നത് കണ്ടില്ലേ? ഇത് ഈ ഒരു ഹിന്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ചുറ്റളവ് 50 സെന്റിമീറ്റർ, പെരിമീറ്റർ 50 ആണെന്ന് വിചാരിക്കും. അപ്പൊ പെരിമീറ്റർ 50 ആണെങ്കിൽ, ചുറ്റളവ് 50 ആണെങ്കിൽ നീളവും വീതിയും കൂട്ടിയാൽ എത്ര ഉണ്ടാവുള്ളൂ? ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, ഈ 50ന്റെ പകുതി 25. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. അപ്പൊ ഏതാണോ പെരിമീറ്റർ അതിന്റെ പകുതി എടുത്താൽ എന്തായി പോവും? ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാലാവും. അപ്പൊ ഇതൊരു ചോദ്യം, ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ എത്ര? ആ പെരിമീറ്ററിന്റെ പകുതി അല്ലേ. നീളം വീതിയും കൂട്ടിയാൽ എത്രയാ? അപ്പൊ അതിന്റെ പകുതി, സമ്മ് എത്രയാന്നുള്ളത്. ഓക്കെ, നമ്മളെ ഹിന്റ് കഴിഞ്ഞു. നോക്ക്, ഈ ലെങ്ത്തിന് പകരം നീളത്തിന് പകരം നമ്മൾ എന്താ എടുക്കാൻ പോവാണ്? ഇവിടെ നീളം എത്രയാണ് പറഞ്ഞിട്ടുണ്ട്? എത്രയാ? x+4. അപ്പൊ ഇതിന് പകരം ഞാൻ എന്ത് കൊടുക്കാൻ പോവാണ്? നീളത്തിന് പകരം നമ്മൾ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു നീളം എത്രയാ? x+4. ഇവിടെ ഒരു പ്ലസ് ഉണ്ട് കേട്ടോ, ആ പ്ലസും കൂടെ ഇട്ട് വെച്ചു. ബ്രെഡ്ത്തിന് പകരം നേരത്തെ നമ്മൾ എടുത്തത് എന്താണ്? എക്സ് ആണ് അല്ലെ. വീതി ഏതാണ്? എക്സ്. അപ്പൊ ഈ ബ്രെഡ്ത്തിന് പകരം നമ്മൾ എന്ത് കൊടുക്കൂ? x = 16. എന്റെ പൊന്നു മക്കളൊന്ന് പറ. സിമ്പിളാണ്. ഒരു എക്സ് ഇവിടെയുണ്ട്, ഒരു എക്സ് ഇവിടെയുണ്ട്, 2 എക്സുകളായി അല്ലേ. അപ്പൊ 2x അല്ലേ. അപ്പൊ 2x സമം എന്താവും? 2x സമം 16 ആവും. സെറ്റല്ലേ? എങ്ങനെ 2x സമം 16? സോറി, ഒരു 4 അവിടെ ഉണ്ട്, നമ്മൾ വിട്ടുപോയതാ അല്ലേ. യെസ്, ഒരു 4 ഇവിടെ ഉണ്ട്, വിട്ടുപോയതേ. 2x + 4 = 16 ആവും. സെറ്റാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഹിന്റ് ഇവിടെ കേട്ടോ. ഇതൊക്കെ ഒരു ഹിന്റാണ്. നമ്മുടെ സമവാക്യൊക്കെ ഇതൊന്ന് സോൾവ് ചെയ്താൽ, ഈ ഒരു സാധനം സോൾവ് ചെയ്താൽ നമുക്ക് പൊളിയാക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ +4നെ ഇവിടേക്ക് പറഞ്ഞയക്കുമ്പോൾ എന്താവും? -4 ആവും അല്ലേ. അപ്പൊ -4 എങ്ങനെയാവുക? 2x = 16 - 4 വരും. അപ്പൊ 2x = 16 4 കുറച്ചാൽ 12 ആയിപ്പോയി. സെറ്റാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എക്സിന്റെ വില കാണണമെങ്കിൽ ഈ 2നെ പിടിച്ച് ഞാൻ പറഞ്ഞിരുന്നു താഴേക്ക് ഇട്ടാൽ മതി, ബൈ ആയിട്ട് മാറും. അപ്പൊ എക്സിന്റെ വില എന്ത് വരും? x = 12/2. ദാറ്റ് ഈസ് എക്സിന്റെ വില നമുക്ക് ഇവിടെ കിട്ടി. നമ്മുടെ ഉത്തരം എക്സിന്റെ വില 6.
എൻ്റെ പൊന്നു മക്കൾ മനസ്സിലാക്കി വെച്ചോ, എക്സിന്റെ വില മാത്രമല്ല അവിടെ കാണാൻ പറഞ്ഞത്. എക്സിന്റെ വില കിട്ടിയാൽ നമുക്ക് നീളം ഏതാണ് നമ്മൾ എക്സിന്റെ വില എടുത്തത്? ബ്രെഡ്ത്ത് അല്ലേ. അപ്പൊ ബ്രെഡ്ത്ത് എന്താണ്? പറ, ബ്രെഡ്ത്ത് എന്താണ്? ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വില എത്രയാണ്? 4 അപ്പൊ ബ്രെഡ്ത്ത് 6 അപ്പൊ ബ്രെഡ്ത്ത് 6 അല്ലേ. 6 4 6 യെസ് 6 സെറ്റാണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറ, ബ്രെഡ്ത്ത് 6 അല്ലെ, എക്സിന്റെ വില 6 ആണെങ്കിൽ അതിനോടൊരു 4 കൂടെ കൂട്ടിയാൽ എന്തായി? യെസ് നീളമായി. അപ്പൊ 6 + 4 അപ്പൊ 10 സെന്റിമീറ്റർ. ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി. വീതി എത്രയാ? 6 സെന്റിമീറ്ററും നീളം 10 സെന്റിമീറ്ററും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ സെറ്റാക്കി എടുത്തല്ലോ. അപ്പം നന്നായിട്ട് ശ്രദ്ധയോടുകൂടെ ഒന്നും കൂടെ കണ്ട് അടിപൊളിയാക്കി എടുക്കുക. ഈ ഒരു ചോദ്യം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെച്ചോ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യം കൂടെ ഞാൻ തരട്ടെ. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ളതാണ്. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ആൻസറും ഈ വീഡിയോയുടെ കംപ്ലീറ്റ് ഫീഡ്ബാക്കും നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ഇടുക. അതോടൊപ്പം തന്നെ നമ്മുടെ എക്സാം ഇങ്ങനെ അങ്ങോട്ട് അടുക്കാൻ പോവാണ്. നിങ്ങൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഒരു ഇൻസ്റ്റഗ്രാം ID നിങ്ങൾ എന്ത് ചെയ്യുക? യെസ് അറിയിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്നുള്ളത്. ഇതാണ് ഇൻസ്റ്റഗ്രാം ID. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. ഞങ്ങൾ ആസ് എ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങളെ ഫീഡ്ബാക്കുകളൊക്കെ കാണുക, കേൾക്കുക എന്നുള്ളത് അറിയാൻ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എക്സാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ID നിങ്ങൾ ഉറപ്പായിട്ടും അയച്ചു വെക്കുക. വൈശാഖ് JR. അപ്പം മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുന്നവരേക്കും ഇറ്റ്സ് മീ VJR സൈനിങ് ഓഫ്. ബൈ.